അയ്യപ്പ സംഗമത്തിലെ ധൂർത്തിലും കണക്കിലെ പൊരുത്തക്കേടിലും വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്കായി കട്ടിൽ വാങ്ങിയിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പരാമർശിച്ചത് പിശക്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ പിഴവ് പറ്റിയെന്നും വിശദീകരണം. മാണി ഗ്രൂപ്പിലെ തർക്കത്തിൽ സമവായ നീക്കം. റോഷി അഗസ്റ്റിൻ സഹോദര തുല്യനെന്ന് ജോസ് കെ മാണി. റോഷി പറഞ്ഞതിൽ തെറ്റില്ല. നേതാക്കളുടെ പ്രസ്താവനയിൽ പാർട്ടിയിൽ കടുത്ത ആശയക്കുഴപ്പം. റോഷി അഗസ്റ്റിനെതിരെ പരസ്യ നീക്കവുമായി സംസ്ഥാന കമ്മിറ്റി അംഗം. കേരള കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് UDF. ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവിന് യാത്രാമൊഴി നൽകാനൊരുങ്ങി നാട്. നാളെ മല്ലപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക്. മൂന്നാം ലൈംഗിക പീഡന കേസിൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകി പരാതിക്കാരി. തിരുവല്ല മജിസ്ട്രേറ്റ് വിദേശത്തുള്ള യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴി. എളമക്കര കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പിതാവ് കൊലപ്പെടുത്തിയ പെൺകുട്ടി പലതവണ പീഡനത്തിനിരയായിരുന്നുവെന്ന് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നഗരസഭാ ജീവനക്കാർ ചമഞ്ഞ് ഫ്ളാറ്റിലെത്തി വൻ മോഷണം. 4 അംഗ സംഘം വയോധികയുടെ 11 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് കവർന്നത് ക്യാമ്പിനുള്ളിലെ ജീവനക്കാരൻ തന്നെ. ആക്ഷൻ ഹീറോ ബിജു 2 തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. നിവിൻ പോളിയും നിർമ്മാതാവ്